പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം പ്രകാശത്തിലാണ്, അന്ധകാരത്തിലല്ല. പാപത്തിൻ്റെയും എല്ലാവിധ തിന്മയുടെയും അന്ധകാര ശക്തികളെ നശിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത് യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യവും മാർഗവും ദൈവാശ്രയ ബോധവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നേരായ പാതയിലൂടെയാണ്. എന്നാൽ വ്യക്തികളും സാഹചര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പരത്തുന്നുണ്ടെങ്കിൽ നാം യേശുവിൻ്റെ പ്രകാശത്തിൽ നിന്നും വളരെ അകലെയാണ്. യേശുവിൻ്റെ പ്രകാശം നമ്മിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നാം വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല ചിന്തകൾ, നല്ല വചനങ്ങൾ, നല്ല പ്രവൃത്തികൾ ഇതെല്ലാം ദൈവത്തോട് അടുക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നല്ല ചിന്തകളും വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് നല്ല പ്രവർത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനും കഴിയുന്നത് അപ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുവാനും ഉള്ള ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് യേശുവിൻ്റെ പ്രകാശത്തിൽ നാം ജീവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നാം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ യേശുവിൻ്റെ പ്രകാശത്തിലായി മാറുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തികൾ കണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.